ഇങ്ങോട്ട് മാറിയിട്ട് എന്താ കാണിക്കുന്നത് എന്നുള്ളത് ബിഗ് ബോസ് ഇതുവരെയും കാണിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായത്, രേണു ഫാൻസിന് ഇപ്പൊ എന്നോട് ദേഷ്യം തോന്നാം, പക്ഷെ രേണുവിന് അവിടെ ഒരു ഗെയിം കളിക്കാമായിരുന്നു, ഈസി ആയിരുന്നു. ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് പണി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും കണ്ടസ്റ്റൻസ് എല്ലാം അവിടെ സൂഹിക്കാൻ വന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അനുമോൾ ഇടയ്ക്ക് പറയുന്നത് കേട്ടു, നമ്മൾ ഇവിടെ വന്നത് എന്തുവാ, നമുക്ക് കുറച്ചു നേരം ചിരിച്ച് കളിച്ച് പാട്ടൊക്കെ പാടി കുടുംബമായിട്ടൊക്കെ ഇരുന്ന് സന്തോഷിച്ചിട്ട് പോകാനാണ് ഞാൻ വന്നതെന്നുള്ളത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തായാലും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാത്ത, എന്നാൽ പലരും ശ്രദ്ധിച്ച് കാണത്തില്ല എന്ന് വെച്ചാൽ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഒന്നും ഞാൻ കൂടുതൽ കണ്ടില്ല കേട്ടോ. രേണുസുതി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്നല്ല രണ്ട് കാര്യങ്ങളുണ്ട്. അതുപോലെ നെവിൻ ആണെങ്കിൽ ഒരു പെട്ടി എടുത്തുകൊണ്ട് പുതപ്പ് മറ്റേ ബ്ലാങ്കറ്റ് എടുത്ത് ദേഹത്തോട്ടിട്ട് ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും സംശയമുണ്ട് ഇതെന്താണ് കാണിച്ചത് എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാം. ഇതിന്റെ എല്ലാം ഉത്തരം കണ്ടുപിടിക്കണമല്ലോ. ഇപ്പൊ നമ്മുടെ രേണു ചേച്ചി അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം കേട്ടോ. എല്ലാരും കേട്ടു എന്ന് വിചാരിക്കുന്നു. ശാരിക, നമ്മുടെ റെന ഫാത്തിമയും ആദില നൂറയും അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നപ്പോഴാണ് നമ്മുടെ രേണു ചേച്ചി ഇരിപ്പുണ്ട്. രേണു ചേച്ചി അപ്പൊ പറഞ്ഞാണ് നമ്മൾ ഇവിടെ എന്തൊക്കെ പറയുന്നു അതൊക്കെ സത്യമാണോ എന്ന്. അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസത്തെ തലവേദനയായിരുന്നു. പക്ഷെ വായിന്ന് വീണതാ, അവരത് ചിരിച്ചു തള്ളി വിടുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴെങ്കിലും അവർ പറയും. നമ്മൾ എനിക്ക് വീട്ടിൽ പോകണം എന്നുള്ള ചർച്ച നടക്കുന്നത്, ആരെങ്കിലും മിസ് ചെയ്യുന്നുള്ള ചർച്ചയൊക്കെ നടക്കുമ്പോഴാണ് എനിക്കും വീട്ടിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ അവിടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് പറയുന്നത് നമ്മളിവിടെ നിൽക്കുന്നത് എന്തെല്ലാം കള്ളത്തരങ്ങൾ പറയും, നമ്മളിതെല്ലാം പറയുന്നതെല്ലാം സത്യമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, നിങ്ങളുടെ തലവേദനയും സത്യമല്ലായിരുന്നു. അപ്പൊ ഇനിയും ഒരുപാട് കള്ളത്തരങ്ങൾ വെളിയിൽ വരും. സത്യമല്ലല്ലോ പറയുന്നത്, രേണു ചേച്ചിയുടെ വായിന്ന് തന്നെ വീണു. ചേച്ചി പറയുന്ന ഒന്നും സത്യമല്ല. അപ്പൊ മനസ്സിലായല്ലോ. അതുപോലെ മറ്റൊരു കാര്യം, വീട് വെച്ച് കൊടുത്ത ഫിറോസിനെ കുറിച്ചും അല്ലെങ്കിൽ ആ വീട് വെച്ച് കൊടുത്തതിനെ കുറിച്ചൊക്കെ നമ്മുടെ അനുമോളാണ് അവിടെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അനുമോളുമായിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഈ പറയുന്ന രേണുസുതി, ആ രേണുസുതി അവിടെ പറയുന്ന ഒരു അഹങ്കാര മനോഭാവത്തോടു കൂടിയാണ് അപ്പോഴും സംസാരിക്കുന്നത്. എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ പറയും, എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യും എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ ഞാൻ നോക്കിയിട്ട് രേണു ഫാൻസിന് ഇപ്പൊ എന്നോട് ദേഷ്യം തോന്നാം, പക്ഷെ രേണുവിന് അവിടെ ഒരു ഗെയിം കളിക്കാമായിരുന്നു, ഈസി ആയിരുന്നു. എന്ന് വെച്ചാൽ എന്തായാലും പറ്റിയത് പറ്റി, സംഭവിച്ചു, എനിക്കിപ്പോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, അവരെന്തായാലും വന്ന് ശരിയാക്കി തന്നു, എനിക്ക് സന്തോഷമുണ്ട്. ഇത്രയും പറഞ്ഞിരുന്നെങ്കിൽ ഒരു നെഗറ്റീവ് അടിക്കത്തില്ല. ഈ നെഗറ്റീവ് പറയുന്ന പലരും, നെഗറ്റീവായിട്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പലരും പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞേനെ, എന്തായാലും അത്രയും പറഞ്ഞല്ലോ എന്നാൽ ആ ഇഷ്യൂവിലോട്ട് ഇനി സംസാരിക്കേണ്ട എന്ന്. പക്ഷെ അവിടെയും പാളിപ്പോയി എന്നുള്ളതാണ്. അവിടെയും ഒരു അഹങ്കാര മനോഭാവത്തോടുകൂടി സംസാരിക്കുന്ന ഒരു രേണുവിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് അതൊന്ന് കേൾക്കാം. ചേച്ചിനെ ചേച്ചി തന്നെ കുറെ ഇങ്ങനെ പറഞ്ഞ് എക്സ്പോസ് ചെയ്യുന്നതിനെ കൊണ്ടാണ് ആൾക്കാർ ചേച്ചിനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ അവർ ചോദിക്കുന്നുണ്ട്. അപ്പം അത് റിജക്ട് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. ആദിലയാണ് അത് ചോദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദിലയാണ് പറയുന്നത്, ചേച്ചി തന്നെ ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് ഓരോന്ന് പറയുന്നത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് എന്നാണ്. അതിന് ഞാനൊന്നും ക്യാമറ ഇങ്ങോട്ട് വാന്ന് പറയുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചേച്ചി ഇതിനൊക്കെ ഉത്തരം പറയാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും, എന്തോ വെച്ചാലും ഞാൻ പറയും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതിനുശേഷമുള്ളത് ഒന്ന് കേൾക്കാം. മീഡിയനോട് ചേച്ചി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇന്നത് ചോദിക്കാൻ എനിക്ക് അതിനെപ്പറ്റി പറയാൻ താല്പര്യം വീടിന്റെ കാര്യം ഒരാള് ഇപ്പൊ ഞാൻ പുറത്തുനിന്ന് ഞാനിപ്പോ വീട്ടിൽ നിന്ന് പുതിയ വരെ ചേച്ചി ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ വന്നോണ്ട് ചേച്ചി വീട്ടിൽ നിന്ന് ചോർച്ചയുണ്ടോ, ആള് വീട്ടിൽ 5-ാം തീയതി വന്നായിരുന്നു. അന്ന് പുള്ളിയുടെ ദേഹം നനഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ചേച്ചി ഇതെവിടെ പറഞ്ഞിട്ടുണ്ടോ? ഈ ചോദിച്ച, നമുക്ക് എല്ലാവർക്കും ആ ഇഷ്യൂ അറിയാം. ആ ചോദിച്ച ക്യാമറാമാൻ 5-ാം തീയതി വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്നപ്പോൾ ദേഹത്ത് വെള്ളം വീണു. അപ്പൊ ചോദിച്ചു, അപ്പൊ ഈ ദേഹത്ത് വെള്ളം വീണു, ഒരു വീട്ടിൽ കയറി പോകുന്നു, ദേഹത്ത് വെള്ളം വീഴുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ പെയ്ത് നമുക്ക് ചോർച്ച ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ ഓടിനിടയിലൊക്കെ ചോർച്ച വരുമല്ലോ. അതുപോലല്ലേ നമ്മൾ സാധാരണ നമ്മുടെ ദേഹത്തൊക്കെ വെള്ളം വീഴും, അല്ലെങ്കിൽ എരിച്ചിലടിക്കുമ്പോഴും വീഴും. പക്ഷെ ഇവിടെ അതല്ല പറയുന്നത്. എരിച്ചിലടിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അവിടെ. എരിച്ചിലടിച്ചതാണ് സംഭവം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ നല്ല വെള്ളം വീഴുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ദേഹത്ത് വെള്ളം വീണു എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഏത് രീതിയിൽ വീണു എന്നിവിടെ പറയുന്നില്ല. അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടുത്തെ നമ്മൾ ഇതിനകത്തുള്ള ഇഷ്യൂ എല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണ്.
എന്നാലും ഞാൻ പറയുക, ഇതിപ്പോ വെളിയിലെ കാര്യങ്ങൾ അകത്ത് സംസാരിച്ചുകൊണ്ടാണ് നമുക്ക് ഇവിടെ സംസാരിക്കേണ്ടി വരുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ പോയി വെളിയിലെ കാര്യം എടുത്തിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുകയൊന്നുമല്ല. നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട്, വെളിയിലത്തെ കാര്യം അകത്ത് സംസാരിച്ചാൽ മാത്രമേ നമ്മളും ഇവിടെ സംസാരിക്കത്തുള്ളൂ എന്ന്. അപ്പൊ അവിടെ സ്ഥാപിക്കാൻ പിന്നെയും നോക്കുന്നത് അവിടെ വെള്ളം വീണ് ചോർച്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ എരിച്ചിൽ അടിച്ചിട്ടുള്ള ചോർച്ചയാണ് എന്ന് പറയുന്നില്ല. അതിനുള്ള കാരണങ്ങളും ഈ ബിൽഡിംഗ് പണിഞ്ഞു വെച്ച് കൊടുത്തവർ പറഞ്ഞിട്ടുണ്ട്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ എന്നാന്നറിയോ, രേണു ഞാൻ കാരണം ഞാൻ അന്ന് അങ്ങനെ ഞാൻ ചോദിച്ചു ചേട്ടൻ എങ്ങനെ അറിഞ്ഞു? ഞാൻ വീട്ടിൽ 5-ാം തീയതി വന്നപ്പോ എന്റെ ദേഹത്ത് വെള്ളം വീണുകൊണ്ടല്ല ഞാൻ പറഞ്ഞു. ചേച്ചി മീഡിയക്കാർക്ക് കിട്ടേണ്ട കണ്ടന്റ് അവർക്ക് കിട്ടുന്നുണ്ട്. ചേച്ചിനോട് സഹതാപം. ആ ക്യാമറാമാൻ രേണുവിനോട് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. ചേച്ചി ക്ഷമിക്കണം, നിങ്ങൾ പ്രത്യേകം ഇത് കേൾക്കണം, ഞാനാണെങ്കിൽ കാരണമാണല്ലോ ചേച്ചിക്ക് ഇത്രയും കേൾക്കേണ്ടി വന്നതെന്ന്. അപ്പോൾ രേണു ചോദിച്ചു, എന്താണ് നിനക്കിതെങ്ങനെ മനസ്സിലായി എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു, ഞാൻ അവിടെ 5-ാം തീയതി വീട്ടിൽ വന്നപ്പം എന്റെ ദേഹത്ത് ഇങ്ങനെ വെള്ളം വീണായിരുന്നു എന്നുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ വീട്ടിൽ 5-ാം തീയതി ഈ ക്യാമറാമാൻ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ദേഹത്ത് വെള്ളം വീണിരുന്നെങ്കിൽ അന്ന് ചോദിച്ചില്ലേ? അന്ന് രേണുസുതിയോടോ വീട്ടുകാരോടോ ഒന്നും ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് വെള്ളം വീഴുന്നതെന്ന്? പിന്നീട് അതൊരു ക്യാമറാമാൻ ചോദിച്ചു, അതിനുശേഷം പുള്ളി വിളിച്ചു പറയുന്നു. അപ്പോൾ രേണുസുതി ചോദിക്കുന്നു, ഇതെങ്ങനെ നീ അറിഞ്ഞെന്ന്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? മനസ്സിലായവരൊന്ന് കമന്റ് ചെയ്യണേ. ആവശ്യമില്ലെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞതാണ്. ആരെയും കൊന്നിട്ടില്ല, ആരെയും മോഷ്ടിച്ചിട്ടില്ല, ആരെയും പീഡിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ കാര്യം ചേച്ചി ഈ വീട് ഉണ്ടാക്കി തന്ന ആൾക്കടുത്ത് പറഞ്ഞായിരുന്നോ? എപ്പോഴും ചോദിക്കുമ്പം പറയുന്ന കാര്യമാണ്, ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ലല്ലോ, ഞാൻ ആരെയും കൊന്നിട്ടില്ലല്ലോ. ഇവിടെ ആരെയും കൊന്നിട്ടൊന്നും അല്ല ഓരോ ഇഷ്യൂസിൽ വന്ന് വീഴുന്നത്. നമ്മുടെ നാക്കാണ് നമ്മളെ കൊണ്ട് ചാടിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതിലും പൊരുത്തക്കേടുണ്ട്. ആ പൊരുത്തക്കേടാണ് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചത്. എന്താന്ന് വെച്ചാൽ 5-ാം തീയതി ആ വീട്ടിൽ പോയി ആ ക്യാമറാമാൻ പോയിരുന്നു. രേണുസുതി ഉണ്ടല്ലോ അവിടെ, അല്ലെങ്കിൽ രേണുസുതി ഉണ്ടെന്നാണ് പറയുന്നത്, ഇല്ലാതെ പോകത്തില്ലല്ലോ. ചുമ്മാ അവിടെ പോയി ക്യാമറാമാന് വേറെ പണിയില്ലല്ലോ, അവിടെ പോയി ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 5-ാം തീയതി രേണുസുതി അവിടെ ഉണ്ടല്ലോ. ആ സമയത്ത് പുള്ളിയുടെ മേത്ത് വെള്ളം വീണപ്പോൾ പുള്ളി എന്തുകൊണ്ട് അന്ന് ചോദിച്ചില്ല? പിന്നീട് പുള്ളി അത് രേണുസുതിയുടെ വീട്ടിൽ ചോരുന്നു, അത് ഓർത്ത് വെച്ചിട്ട് പുള്ളി ക്യാമറയിൽ ചോദിച്ചു കേട്ടോ, എങ്ങനെ ചേച്ചി വെള്ളം വീണ എന്നുള്ളത്. ഇതൊക്കെ ആരോടായി പറയുന്നത്? അപ്പൊ ഞാനല്ല പറഞ്ഞ പപ്പയാ ബന്ധപ്പെട്ടത്. അപ്പൊ അന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിലൊന്നും നമുക്കൊരാൾ വീടുണ്ടാക്കി തരുമ്പോ പക്ഷെ നമുക്കൊരു വീട് ഉണ്ടാക്കാന്ന് പറയുന്നത് അത്ര വലിയ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കൊരാള് വീടുണ്ടാക്കി തരുമ്പോ നമ്മൾ അവരുടെ അടുത്ത് റെസ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അത് പബ്ലിക്കിനോട് ഇങ്ങനെ ചോരുന്നു, അത് ചെയ്യുന്നു. ഞാൻ അങ്ങോട്ട് കയറിയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ പറഞ്ഞു? ചോദിക്കുമ്പോ പറയാൻ പാടില്ലായിരുന്നു, പറയാൻ പാടില്ല. എന്തെങ്കിലും അനുമോളാണ് ചോദിക്കുന്നത്. അനുമോളിന് അറിയാലോ, അനുമോള് ഇവരുമായിട്ടെല്ലാം നല്ലൊരു ബന്ധമുള്ള ആളാണ്. എന്ന് വെച്ചാൽ കൊല്ലം സുധിയുമായിട്ടുള്ള പരിപാടികളിലൊക്കെ ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക്കിലൊക്കെ ഒരുമിച്ച് പങ്കെടുത്ത ആളാണ്. അപ്പം ഇത് അനുമോളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അനുമോള് ചോദിച്ചത്, നമുക്കൊരു വീട് ഒരാൾ പണിഞ്ഞു തരുമ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാലും നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടുണ്ടോന്ന്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അത് എന്നോട് ചോദിച്ചപ്പോഴല്ലേ ഞാൻ പറഞ്ഞതെന്ന്. അപ്പൊ പറഞ്ഞു, ചോദിച്ചാലും അങ്ങനെ പറയാൻ കൊള്ളാമോ, അത് ഒരു മീഡിയയ്ക്ക് മുന്നിൽ എന്നാണ് അനുമോൾ ഉദ്ദേശിച്ചത്. അത് ഞാൻ പറയും, എനിക്ക് തോന്നുന്നു ഞാൻ പറയും. എന്തോ ആൻസർ ആയത്. അത് കഴിഞ്ഞ വിഷയം ഞാൻ അവരുടെ താങ്ക്സ് പറഞ്ഞു. അവരത് ആ ചോർച്ചയെ മാറ്റി അവരുടെ അടുത്ത് ഒരു പബ്ലിക്കിനടുത്ത് എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ചോദിക്കാം, പറയണോ വേണ്ടോന്ന് രേണുസുതി തീരുമാനിക്കേണ്ടത്. പറയണോ വേണ്ടോ ആർക്ക് എന്ത് വേണേലും ചോദിക്കാം. ചേച്ചി പറഞ്ഞു, അവര് ചോദിച്ചെന്ന് പറയാൻ പാടില്ല. ചേച്ചി പറഞ്ഞു, അങ്ങനെ അവര് പലരും ചോദിക്കും. അപ്പൊ ആദ്യം പറയണം, ഞാൻ പറഞ്ഞു, അല്ലാതെ അവര് ചോദിച്ചതല്ല. അത് എന്റെ ഇഷ്ടമല്ലേ, ഞാൻ പറഞ്ഞു. അത് എന്റെ ഇഷ്ടമല്ലേ, ഞാൻ പറയും. ഇനിയും ചോദിച്ചാലും പറയും. എന്താന്ന് വെച്ചാൽ ഇത് പറഞ്ഞ് ചോദിപ്പിച്ചതല്ല എന്ന് അവിടെ സ്ഥാപിക്കാൻ നോക്കിയാണ്. പക്ഷെ അവിടെ നിന്നിരുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇത് പറഞ്ഞ് തന്നെ ചോദിപ്പിച്ചതാണ്. ഇത് നമ്മുടെ മാത്രം സംശയമല്ല, ലോകക്കാർക്ക് മൊത്തം ഇത് തന്നെയാണ് സംശയം. ഇത് പറഞ്ഞ് ചോദിപ്പിച്ചതാണെന്നുള്ളത്. അതിനുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞു. പറഞ്ഞ് തന്നെ ചോദിപ്പിച്ചതാന്നുള്ളതിന് അതിലൊരു കള്ളത്തരം പറഞ്ഞത് ആ കള്ളത്തരം എന്ന് പൊളിഞ്ഞേ. അപ്പൊ എന്താന്ന് പറഞ്ഞാലും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. 10 ദിവസത്തിനുള്ളിൽ മിക്കവാറും പലതും നമുക്ക് പലതും രേണുസുതി പറയും, പല കാര്യങ്ങളും. പക്ഷെ രേണു ആദ്യം പറഞ്ഞത് ഞാൻ കാണിപ്പിച്ച വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ്. നമ്മളിവിടെ പറയുന്നതെല്ലാം സത്യമായിക്കൊള്ളണമെന്നില്ലല്ലോ, നമ്മളിവിടെ സത്യം പറയുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതും നമ്മളുടെ മനസ്സിൽ വേണം. നമുക്കൊരു
ആൾക്കാർ അത് കേൾക്കണം എന്ന് ചേച്ചിക്ക് ആഗ്രഹം പറഞ്ഞു. അത് കുഴപ്പമില്ല. എന്നാ കുഴപ്പമില്ല. ഒരിക്കലും ഞാൻ തെറ്റായിട്ട് എന്റെ ഇഷ്ടമാണ്. അതെ ചേച്ചിയുടെ ഇഷ്ടമാണെങ്കിൽ കുറെ നാൾ ഞാൻ പറഞ്ഞു നോക്കി, അവരൊന്നും ചെയ്തില്ല, ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞതെന്ന്. അതിലുമുണ്ട് ഈ ആദ്യം പറഞ്ഞ കാര്യത്തിനുള്ള ഉത്തരം. എന്താന്ന് വെച്ചാൽ ആ വീഡിയോ എടുത്ത ആള് അറിയാതെ ചോദിച്ചതാണെന്നാണ് അവരായിട്ട് ചോദിച്ചതാണെന്നാണ് പറഞ്ഞത്. ആ വീഡിയോ എടുത്ത ആള് അതിനുള്ള ഉത്തരവല്ലേ ഇത്. കുറെ നാൾ ഞങ്ങൾ പറഞ്ഞു നോക്കി, അത് നടന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്നും കറക്റ്റായിട്ട് പറഞ്ഞു വെച്ച് ചോദിപ്പിച്ചതാണെന്നും മനസ്സിലാക്കാൻ ഇതിലും വലിയ തെളിവുകൾ ഇനി എന്തെങ്കിലും വേണോ? എന്തായാലും അത് ആ വിഷയം വെളിയിൽ നടന്ന വിഷയം അകത്ത് സംസാരിച്ചുകൊണ്ടാണ് നമുക്കിവിടെ സംസാരിക്കേണ്ടി വരുന്നത്. പ്രത്യേകം നിങ്ങൾ ആലോചിക്കണം. അല്ലാതെ നമുക്ക് രേണുസുതിയോട് പ്രത്യേക വാത്സല്യമോ അല്ലെങ്കിൽ പ്രത്യേക വിരോധമോ ഒന്നും നമുക്കില്ല. പക്ഷെ ഈ കള്ളത്തരങ്ങൾ പറയുമ്പോൾ ഓരോന്നായിട്ട് പൊളിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മൾ അന്നും പറയും. സത്യം പറഞ്ഞാൽ നമ്മൾ സത്യമാണെന്ന് തന്നെ നമ്മൾ പറയും. പക്ഷെ കള്ളത്തരമാണെങ്കിൽ നമ്മളത് പൊളിക്കും, 100% പൊളിക്കും. ഞാൻ എന്റെ ശരികളിലൂടെ നടക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ശരികളിലൂടെ അല്ലേ ആദില നൂറ നടന്നത്. അതുപോലെ തന്നെ എനിക്കും എന്റേതായുള്ള ശരികളുണ്ടെന്നേ. അത് തന്നെ ആദിലയും നൂറയും നടന്നത്. അത് അവരവരുടെ താല്പര്യം, അവരവരുടെ ശരികൾ. അതുപോലെ രേണുസുതിയുടേതായ ശരികളുണ്ട്, നമ്മൾ സമ്മതിക്കുന്നു. രേണുസുതിയുടേതായ താല്പര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുമ്പോൾ പബ്ലിക്കിൽ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ക്യാമറയ്ക്ക് മുന്നിൽ പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. പക്ഷെ ഇതെല്ലാം ചെയ്തത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയാണെന്ന് നമുക്ക് 100% അറിയാം. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയായിരുന്നു, ബിഗ് ബോസിൽ കയറണമെന്നായിരുന്നു. അപ്പോഴല്ലേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റൂ. അതാണല്ലോ ആദ്യം പറഞ്ഞത്. നമ്മളിവിടെ പറയുന്നത് സത്യമാവണമെന്നുണ്ടോ? നമ്മളെല്ലാം പറയുന്നതെല്ലാം കള്ളത്തരമല്ലയോ? അത് നമ്മളെന്ന് ഉദ്ദേശിച്ചാലും അവിടെ രേണുസുതിയുടെ വായിൽ നിന്നും അബദ്ധത്തിൽ വീണതാണ്. അത് രേണുസുതിയുടെ കാര്യം തന്നെയാണ് രേണുസുതി പറയുന്നത്. ഇവിടെ ഇനിയും കള്ളത്തരം ഞാൻ പറയും, നിങ്ങളെല്ലാം കേൾക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറയുന്ന മൊത്തം കള്ളത്തരമായിരിക്കും, മനസ്സിലായോ? പക്ഷെ ഇതാരും അങ്ങനെ എടുത്ത് കാണിച്ചതായി കണ്ടില്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇവിടെ വെച്ചത്. എന്തായാലും ഇപ്പോൾ ഞാൻ ബിഗ് ബോസ് കണ്ടിടത്തോളം രേണുസുതി അവിടെ ഒരു മാറ്ററേ അല്ല. രേണുസുതി ഒന്നും അല്ല. ഇന്നലത്തെ ആ തലവേദനയുടെ ഒരു കണ്ടന്റ് അല്ലാതെ വേറെ ഒരു കണ്ടന്റ് തരാനും രേണുസുതിയെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ എന്തെങ്കിലും ബഹളം വഴക്കുണ്ടാകുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോൾ അലയ്ക്കാന്നല്ലാതെ ഒന്നിനും നടക്കത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ടാസ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തലവേദന എടുത്ത് താഴെ വീഴും കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഈ ബിഗ് ബോസിൽ വന്ന പലർക്കും മെഡിക്കൽ ഇഷ്യൂസ് ആകും കേട്ടോ. ഈ രോഗികളൊക്കെയാണോ, ഈ കൂടുതലും രോഗികളെയാണോ ഇപ്രാവശ്യം ബിഗ് ബോസിൽ കൊണ്ടുവന്നേ നമുക്ക് തോന്നിപ്പോകും. എല്ലാവർക്കും ഓരോ അസുഖങ്ങളാണ് മനുഷ്യർക്ക് വരത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ഷോയിലുള്ള എല്ലാവർക്കും ഇങ്ങനെ അസുഖങ്ങളാണ്. അതിനി അവർ സ്വയമേ ഉണ്ടാക്കുന്നതാണോ? ഇനി വരാനുള്ള പുതിയ പുതിയ ടാസ്കുകളൊക്കെ ഇനി വരാനുണ്ട്, വലിയ വലിയ ടാസ്കുകളൊക്കെ വരാനുണ്ട്. അതിനെയൊക്കെ പേടിച്ചിട്ട് ഇനി സ്വന്തമായിട്ട് നേരത്തെ പറഞ്ഞ് ഞങ്ങൾക്ക് വയ്യ, അസുഖമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ആ ഒരു സിമ്പതി പിടിച്ചു പറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു കാര്യം, നെവിൻ. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും വീഡിയോയിൽ കണ്ടു കാണും. നെവിൻ ആണെങ്കിൽ ഒരു പെട്ടി എടുത്തുകൊണ്ട് ആ പെട്ടി എന്ന് പറയുന്നത് ഗസലിന്റെ പെട്ടിയാണ്. പെട്ടി എടുത്തുകൊണ്ട് താഴെ ഒരു ബ്ലാങ്കറ്റും വെച്ച് എന്തോ കാണിക്കുന്നത് പോലെ നമുക്ക് കണ്ടായിരുന്നു. പക്ഷെ അതെന്താണെന്നുള്ളത്, ആ പെട്ടി എടുത്ത് ഇങ്ങോട്ട് മാറിയിട്ട് എന്താ കാണിക്കുന്നത് എന്നുള്ളത് ബിഗ് ബോസ് ഇതുവരെയും കാണിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായത്, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണും. അതിനകത്ത് പ്രത്യേകം എടുത്ത് അനുമോളോട് ബിഗ് ബോസ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, മേക്കപ്പ് എവിടുന്ന് കിട്ടി എന്നുള്ളത്. ഈ മേക്കപ്പ് സെറ്റ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, മേക്കപ്പ് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അനുമോള് പറയുന്നുണ്ട്, എനിക്കത് ബാത്റൂമിന്റെ അവിടെ എങ്ങാണ്ടിരുന്ന് കിട്ടിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ വരുമ്പോഴത്തേക്ക് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട്, നമുക്കത് ഇപ്പൊ സംസാരിക്കേണ്ട, പിന്നീട് ഒരു സമയത്ത് നമുക്ക് സംസാരിക്കാമെന്ന്. എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് തെറ്റാകാം, ശരിയാകാം. എനിക്ക് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ നെവിൻ ആ ജസലിന്റെ പെട്ടിയിൽ നിന്നും അടിച്ചു മാറ്റിയതല്ല, ജസലിന്റെ പെട്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത് മേക്കപ്പ് സെറ്റ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മേക്കപ്പിന്റെ സാധനങ്ങളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ലാലേട്ടം വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് റിവീൽ ആവുക. അതിനായിരിക്കാം ബിഗ് ബോസ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് അവിടെ നിർത്തിയത് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ പറയുക. എന്ന് വെച്ചാൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് ഈ വീഡിയോയുടെ താഴെയൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഞാൻ കണ്ടായിരുന്നു, യൂട്യൂബിലൊക്കെ ആണെങ്കിൽ വേറെ എന്തൊക്കെ സംഭവങ്ങൾ ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. എന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും അങ്ങനെ ഒരു സാധനം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ജസലിന്റെ പെട്ടിയിൽ ഇങ്ങനെ വരാനോ ചാൻസേ ഇല്ല. ഓക്കെ, അങ്ങനെ ഇപ്പൊ വേറെ എവിടെയും കൊണ്ടുവന്ന് വെച്ചിട്ട് ഉപയോഗിക്കാനെന്ന് പറഞ്ഞാൽ അതൊന്നും ബിഗ് ബോസ് സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ ബിഗ് ബോസ് ഇങ്ങനെ അത് കാണിക്കത്തില്ല. ലൈവിലാണെങ്കിലും ഇപ്പൊ എപ്പിസോഡിലാണെങ്കിലും അങ്ങനെ കാണിക്കത്തില്ല. അപ്പൊ എന്റെ സംശയം ഇതാണ്, അത് ഉറപ്പായിട്ടും അത് മേക്കപ്പ് സാധനം ആകാനാണ്
സാധ്യത കൂടുതൽ. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, നെവിൻ അവിടെ എന്തു ചെയ്യുന്നെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യുന്നില്ല. അവിടെ ഇവിടെ ഇങ്ങനെ നടക്കുന്നു. ഇന്ന് ബിഗ് ബോസിനും കിട്ടി കുറെ ഡ്രസ്സ് കൊടുത്തപ്പോഴത്തേക്ക് ബിഗ് ബോസിനോട് പറയുന്നു, ബിഗ് ബോസേ ഒരു ഡ്രസ് സെൻസ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനെ കുറെ പറയുന്നുണ്ട്. പക്ഷെ അതൊരു കോമഡി ആയിട്ടൊക്കെ നമുക്ക് എടുക്കാമെങ്കിലും എന്നാൽ ഈ ഗെയിമിലേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഇങ്ങനെ ചിരിച്ചുല്ലസിച്ച് നടക്കാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് അനുമോളെ കുറിച്ച് പറയുവാണെങ്കിൽ അനുമോള് ഫുൾ ടൈം കരച്ചിലാണ്. എനിക്കറിയത്തില്ല, കഴിഞ്ഞ പ്രാവശ്യം നോറയായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അനുമോളാണ്. മിണ്ടിയ കരയും, തുമ്മിയ കരയും. ഇത് ഇങ്ങനെ കരയാനൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഷോയിൽ വന്ന് ചുമ്മാ വെറുപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കുറെ കാര്യങ്ങളൊക്കെ അവിടെ റിവീൽ ആകുന്നുണ്ട് എന്ന് പറഞ്ഞാലും അനുമോള് കുറച്ചൊക്കെ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും പക്ഷേ സീരിയസ് ഒരു മാറ്റർ അല്ലെങ്കിൽ സീരിയസ് ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ ഒരു ഇതൊക്കെ വന്നു കഴിയുമ്പം പോയിരുന്ന് അങ്ങ് കരയുക, പെട്ടെന്ന് കണ്ണുനീര് വരിക. പണ്ട് അത് സത്യം പറഞ്ഞാൽ അനുമോളിന്റെ സ്വഭാവം അങ്ങനെയാണ്. അവരുടെ ഷോകളിലൊക്കെ നമ്മൾ കണ്ടോട്ടെ പെട്ടെന്ന് സങ്കടം വരുന്ന ആളാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ ഇവിടെ വന്ന് ഇത്രയും പേരോട് എങ്ങനെ പിടിച്ചു നിന്ന് ഗെയിം കളിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അങ്ങോട്ട് കടുകട്ടി ഗെയിമൊക്കെയാണ്, അതിലെങ്ങനെ കളിക്കുമെന്ന് അറിയത്തില്ല. അതുപോലെ സരികയുടെ കാര്യം, സരികയ്ക്ക് ഇന്ന് ശരിക്കും കിട്ടിയിട്ടുണ്ട്. സരിക അവിടെ ഒരു മുതിർ കളിക്കാനുള്ള മുതിർ എന്ന് പറഞ്ഞാൽ ഒരു ഞാനാണ് ഇവിടുത്തെ കൺട്രോൾ, ഞാൻ തന്നെ കൺട്രോളിൽ, എന്റെ കൺട്രോളിൽ എല്ലാവരും നിൽക്കണം, ഞാൻ പറയുന്നതാണ് ഇവിടെ ലാസ്റ്റ്, അപ്പൊ ഞാൻ എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടും, ഞാനാണ് അഭിപ്രായം പറയുന്നത്. എന്തെന്ന് വെച്ചാൽ എല്ലാം ഞാനാണ് എന്നുള്ളൊരു രീതിയിൽ വരുത്തി തീർക്കാൻ സരിക ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സരികയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത്. ഈ പറഞ്ഞ അനീഷിന്റെ കാര്യം പറഞ്ഞ പോലെ അനീഷ് പിന്നെയും കുറെ കണ്ടന്റുകൾ തരുന്നുണ്ട്. ഇവർ ഉള്ളവരെ എല്ലാം ഒന്ന് കിള്ളിയൊക്കെ എടുത്ത് കണ്ടന്റ് ഒക്കെ തരുന്നുണ്ട്. പക്ഷെ ഇത് അങ്ങനല്ല. സരിക എല്ലാം, ഞാൻ ആദ്യത്തെ വീഡിയോയിലേ പറഞ്ഞിരുന്നു സരികയുടെ സ്വഭാവം. സരികയാണെങ്കിൽ എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയുള്ള ഒരു കളിയാണ് ഈ കളിക്കുന്നത് എന്നുള്ളത്. എന്റെ കീഴിൽ കുറച്ചു പേരെ ഞാൻ പറയുന്നതായിരിക്കും ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പല വിഷയങ്ങളിലും കയറി ഇടപെടുന്നുണ്ട്. അവിടുത്തെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അവിടെയുള്ള വീട്ടുകാർ മൊത്തവും വന്ന് അതിനകത്ത് അങ്ങ് ചേരും. പിന്നെ അതിന്റെ വാല് പിടിച്ചാ പോകുന്നത്. സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ല, അതുകൊണ്ട് വേറെ ആരുടെയെങ്കിലും കണ്ടന്റ് കിട്ടുവാണെങ്കിൽ ആ കണ്ടന്റിൽ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും 2 ദിവസം ആയുള്ളൂ, നമുക്കൊന്നും പറയാറായിട്ടില്ല. എന്നാലും ഇതൊരു ബോറിംഗ് പരിപാടിയായിട്ട് ഇപ്പൊ പോകുന്നുണ്ട്. ഒരു ബോറാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ്. 2 ദിവസം കൊണ്ട് ബോറായിട്ട് തന്നെയാണ് പോകുന്നത്. ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് പണി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും കണ്ടസ്റ്റൻസ് എല്ലാം അവിടെ സൂഹിക്കാൻ വന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അനുമോൾ ഇടയ്ക്ക് പറയുന്നത് കേട്ടു, നമ്മൾ ഇവിടെ വന്നത് എന്തുവാ, നമുക്ക് കുറച്ചു നേരം ചിരിച്ച് കളിച്ച് പാട്ടൊക്കെ പാടി കുടുംബമായിട്ടൊക്കെ ഇരുന്ന് സന്തോഷിച്ചിട്ട് പോകാനാണ് ഞാൻ വന്നതെന്നുള്ളത്. ഇതൊക്കെയാണ് ബിഗ് ബോസ് ഗെയിം കളിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ അനുമോളെ കുറ്റം പറഞ്ഞു പോലെ അനുമോളിന്റെ ക്യാരക്ടറാണ് അതങ്ങനെ. പക്ഷെ അനുമോൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഗെയിം കളിക്കാൻ പറ്റുമോ? ഇവിടെ ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവർ കൂടുതലും, അതുകൊണ്ട് സബ്സ്ക്രൈബും ചെയ്യണം. അതുപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം. അതുപോലെ ആ ഹൈപ്പ് എന്നുള്ള ബട്ടണിലും ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.